നമസ്കാരം. ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി കൂവാറ്റി വോയിസിന്റെ 158ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 4ാം തരത്തിലെ കാശനാരും 1 2 ക്ലാസ്സിലെ കുട്ടികളായിരുന്നു ഈ ആഴ്ചത്തെ അസംബ്ലി. ആരവ് സി നേതൃത്വം നൽകിയ അസംബ്ലിയിൽ ഫെബിൻ ഷിബു പത്രവാർത്തയും ജിയ PP ഇന്നത്തെ ചിന്തയും 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും എല്ലാ കുട്ടികളും ചേർന്ന് കഥയും ആംഗ്യപ്പാട്ടും അവതരിപ്പിച്ചു. Numbers are so sweet. കഴിഞ്ഞ വർഷത്തെ സുഗമ ഹിന്ദി പരീക്ഷയിൽ A ഗ്രേഡ് നേടിയ 6ാം തരത്തിലെയും 7ാം തരത്തിലെയും കുട്ടികൾക്ക് ഹെഡ് മാസ്റ്റർ T സുരേശൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. തുടർന്ന് ഹെഡ് മാസ്റ്റർ അക്കാദമിക പ്രവർത്തനങ്ങളെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും സംസാരിച്ചു. ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കേണ്ട കുട്ടികളെ തിരഞ്ഞെടുക്കുന്നതിനായി വിവിധ ഇനങ്ങൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഈ വർഷത്തെ PTA ജനറൽ ബോഡി യോഗം 6/8/2025 നടന്നു. PTA ജനറൽ ബോഡി യോഗത്തിൽ PTA പ്രസിഡന്റ് P പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി ഗീത K അവതരിപ്പിച്ച വാർഷിക റിപ്പോർട്ടും ഹെഡ് മാസ്റ്റർ അവതരിപ്പിച്ച വരവ് ചിലവ് കണക്കും യോഗം ചർച്ചയ്ക്ക് ശേഷം അംഗീകരിച്ചു. കിനാനൂർ കരിന്തളം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ ഷൈജമ ബെന്നി, MPTA പ്രസിഡന്റ് ചാമിനി ബിബിൻ, PTA വൈസ് പ്രസിഡന്റ് രാധിക A, SMC കമ്മിറ്റി അംഗം K സുരേന്ദ്രൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. ഹെഡ് മാസ്റ്റർ T സുരേശൻ സ്വാഗതം ആശംസിച്ചു. സീനിയർ അസിസ്റ്റന്റ് MV കമലാശൻ ചടങ്ങിന് നന്ദി പറഞ്ഞു. 8 രക്ഷിതാക്കളും 7 അധ്യാപകരും അടങ്ങുന്ന 15 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. PTA പ്രസിഡന്റായി പ്രജോദ് TR-ഉം വൈസ് പ്രസിഡന്റായി രാധിക A-യും തിരഞ്ഞെടുക്കപ്പെട്ടു. MPTA പ്രസിഡന്റായി ഷാമിനി ബിബിൻ, വൈസ് പ്രസിഡന്റായി സജിന VV എന്നിവരെയും തിരഞ്ഞെടുത്തു. SMC ചെയർമാനായി KV അജിത് കുമാറിനെയും തിരഞ്ഞെടുത്തു. സ്കൂളിലെ സുരക്ഷാ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ചിറ്റാരിക്കാൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജസീന്ത ജോൺ, TPC ബിജു രാജ് VS, BPC ഷൈജു C എന്നിവർ സ്കൂൾ സന്ദർശിച്ച് വിലയിരുത്തൽ നടത്തി. PTA നടത്തുന്ന പ്രീ പ്രൈമറി അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള അഭിമുഖം 4/8/2025 ചൊവ്വാഴ്ച നടത്തി. 16 പേർ പങ്കെടുത്ത അഭിമുഖത്തിൽ ചായത്തുള്ള കാവ്യ P തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം.